ഈ വീഡിയോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ളൊരു സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻസിനെ അതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് അതിലെങ്ങനെ പോസ്റ്റ് ചെയ്യാം, അറ്റൻഡൻസ് എങ്ങനെ എടുക്കാം, ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സർവീസായ ഗൂഗിൾ മീറ്റിനെ എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ടൊരു ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഗൂഗിൾ ആപ്സിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അറേഞ്ച്മെൻറ്റ് വേറെ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക, എങ്കിലും എല്ലാ ഐക്കൺസും അവൈലബിൾ ആയിരിക്കും. ഇവിടെ വന്നതിന് ശേഷം ഗൂഗിൾ ക്ലാസ് റൂം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുകളിലായിരിക്കും എടുക്കുന്നുണ്ടാവും. ഞാൻ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റിയതാണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചോദിക്കുന്നതിൻ്റെ റീസൺ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഞാൻ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഏത് ഇമെയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ഉള്ളതായിട്ട് കാണാം. ഇതൊക്കെ ഞാനിപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂംസ് ആണ്. അപ്പോൾ ഇതേപോലൊരു ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈസി സ്റ്റെപ്പാണ്. ആ വീഡിയോ പോസ് ചെയ്യേണ്ട സ്ഥലത്ത് പോസ് ചെയ്തിട്ട് തന്നെ നോക്കുക. മൊബൈൽ ഫോണിലും ഇതേ രീതിയിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്രിയേറ്റിൻ്റെ കൂടെ തന്നെ ജോയിൻ ക്ലാസ് ക്രിയേറ്റ് 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപികയുടെ ക്ലാസ്സിലേക്ക് ഷെയർഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ക്ലാസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ ക്ലാസ് കോഡ്, ഏതൊരു ക്ലാസ്സിനും ഒരു ക്ലാസ് കോഡ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ഇൻ ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ആ ക്ലാസ് കോഡ് കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്ലാസ് കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ബട്ടൺ വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല മറിച്ച് ഞാനൊരു ടീച്ചർ, ഞാൻ പുതുതായിട്ടൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ക്രിയേറ്റ് ഓർ ജോയിൻ ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നിട്ട് ക്രിയേറ്റ് ക്ലാസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ഇനി ഫസ്റ്റ് തന്നെ ഒരു നെയിം ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത് 6th സെം. ദെൻ ഏതാണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ പേര് ആദ്യമേ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 3D എന്ന് ആഡ് ചെയ്യണം. പിന്നെ സെക്ഷൻ A, B, C whatever ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചൂസ് ചെയ്യാം. ഇവിടെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് സബ്ജക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നോട്ട് എ പ്രോബ്ലം. പിന്നെ റൂം എന്ന് പറയുന്നത് റൂം നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിർച്വൽ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെന്ന് നോക്കിയാൽ ക്ലാസ് റൂംസിന് വേണ്ടിയിട്ട് വിർച്വലായിട്ട് ഇപ്പോൾ കോളേജസൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. ദെൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്ന് പ്രോസസ്സാവും. പ്രോസസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ക്ലാസ് റൂമിലേക്കാണ് ചെല്ലുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ 6th സെമസ്റ്റർ 3D എന്നുള്ള ക്ലാസ് റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ വന്നിട്ട് ജനറേറ്റ് മീറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് പിന്നീട് ജനറേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പല ടീച്ചേഴ്സും ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർ മറക്കാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ മീറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ജനറേറ്റ് മീറ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്, പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ അവറിലെയും ഓരോ ക്ലാസ്സിനും സ്റ്റുഡൻസിന് വന്നിട്ട് ആ സ്റ്റുഡൻസിന് ഇപ്പോൾ ലെറ്റ്സ് സേ 6th സെമസ്റ്റർ 3D സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എനിക്ക് ഓരോ സമയം ഞാൻ മീറ്റ് ഓപ്പൺ ചെയ്ത് ആ ലിങ്ക് ഓരോ പ്രാവശ്യം മെയിൽ വഴിയോ ടെലഗ്രാമോ വാട്സാപ്പോ ഉപയോഗിച്ചിട്ട് അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. പകരം ഏതൊരു സ്റ്റുഡൻറ്റിനും കറക്റ്റ് സമയത്തിന് ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം എടുത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ മീറ്റിൽ പ്രവേശിക്കാവുന്നതേ ഉള്ളൂ, ടീച്ചേഴ്സിനായാലും. അപ്പോൾ നമ്മൾ ഇത് ഒരൊറ്റ പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് മൊബൈൽ ആപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ക്യാമറ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ആവാനായിട്ട് സാധിക്കും. ആകെ കൂടെ ചെയ്യേണ്ടത് ഒന്ന് ലിങ്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് വിസിബിൾ ടു സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഇനേബിൾഡ് അല്ലേ എന്ന് നോക്കുക. ഇത് ഓൺ ആക്കിയിടുക, സേവ് ക്ലിക്ക് ചെയ്യുക.
ഇതിന് ശേഷം നമുക്ക് ക്ലാസ് കോഡ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ അക്ഷരത്തിൽ കാണിക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മറ്റൊരു ടീച്ചറിന് ആ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ആ ക്ലാസ്സിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കോഡ് ഷെയർ ചെയ്ത് കൊടുത്താലും മതി. ഈ കാണുന്ന കോഡിനെ അവരെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമ്മൾ വാട്സാപ്പിലോ മെയിലോ വഴി അയച്ചു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിന് ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാലും ഈ ക്ലാസ്സിലേക്ക് കയറാം. ഇതല്ലാതെ മറ്റൊരു എളുപ്പവഴിയും കൂടിയുണ്ട്. അതാണ് കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ ആ ലിങ്കിനെ ഡയറക്റ്റ്ലി പോയി പേസ്റ്റ് ചെയ്തതിന് ശേഷം അവരോട് പറയാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറയാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡൻറ്റ് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും. അങ്ങനെ ആഡ് ആവുന്ന സ്റ്റുഡൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആരാണെന്നുള്ളത് കാണിക്കും. സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും ഇവിടെ വിസിബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ അറ്റൻഡൻസ് ഇടാനായിട്ടും അതേപോലെ തന്നെ അവർക്ക് ക്ലാസ് മെറ്റീരിയൽസ് കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലാസ് വർക്ക് എന്നുള്ളൊരു ഭാഗം. ഇവിടെ വന്നതിന് ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു അസൈൻമെൻ്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അസൈൻമെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതല്ല അറ്റൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വിസ് അസൈൻമെൻ്റ് ആണ് നമ്മൾ ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് ക്വിസുകളോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സാമോ നടത്തണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് PDF ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടൻറ്റോ PPTയോ ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. റീയൂസ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ള അതേ പോസ്റ്റിനെ തന്നെ നമുക്ക് വീണ്ടും ഷെയർ ചെയ്യേണ്ട ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതുമാണ്. ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്സിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൽ. ഞാൻ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മാസ്റ്റർ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്. ഇത് വളരെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റുകളോ സെമിനാറുകളോ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ അസൈൻമെൻറ്റിന് എന്തെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അസൈൻമെൻറ്റ്, ഇവിടെ ടോപ്പിക്ക് എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിലൊരു അസൈൻമെൻറ്റാണ് ഞാൻ അവർക്ക് കൊടുക്കണേ. അതിൽ എനിക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് റെഫറൻസസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഫയലോ ലിങ്കോ ഫയൽ ഷെയറോ അല്ലെങ്കിൽ യൂട്യൂബായിട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഗൂഗിൾ ഫോമിനും സ്പ്രെഡ്ഷീറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് എത്ര പോയിൻ്റാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ നമുക്കിവിടെ മാനുവലി ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡ്യൂ ഡേറ്റ് എന്നേക്കാണ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും ആ ടൈമും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ അസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോസ്റ്റ് ആവും. അല്ല എനിക്കിത് നാളെ രാവിലെ ഒരു 9 മണിക്ക് മതി എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരിക, ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് കറക്റ്റ് അല്ലേ നോക്കുക, സമയം സെറ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ ഡേറ്റും ഡ്യൂ ഡേറ്റും തമ്മിൽ വ്യത്യസ്തമാണ്. അതായത് ഡ്യൂ വരേണ്ടത് എപ്പോഴും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്തിന് ശേഷമാണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സമയത്തിന് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന എന്താണോ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ അസൈൻമെൻറ്റ് എന്നുള്ളതാണെങ്കിൽ അത് പബ്ലിഷ് ആയിക്കോളും. ഇനി നമ്മളെങ്ങനെ അറ്റൻഡൻസ് എടുക്കാമെന്നുള്ളത് നോക്കാം. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ഷോർട്ട് ആൻസർ എന്നുള്ളത് മാറ്റി മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് പ്രസൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇനി ഇവിടെ പോയിൻറ്റ്സ് വന്നിട്ട് എപ്പോഴും 1 കൊടുക്കുന്നതാണ് നല്ലത്. 1. അതിനും ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് അറിയാമല്ലോ സ്റ്റുഡൻസിൻ്റെ അവസ്ഥയൊക്കെ, നെറ്റും സ്ലോ ഒക്കെ ആണല്ലോ. അപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് 9 മണിക്കൊന്നും ഡ്യൂ കൊടുക്കരുത്. അത് അവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അപ്പോൾ നാളെ രാവിലെ 9 മണിക്കാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 9 മണിക്ക് തന്നെ ഡ്യൂ ടൈം കൊടുക്കരുത്. ഒരു 10-15 മിനിറ്റ് അധികം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ 8-ാം തീയതി ഇത്രയും കൊടുത്തതിന് ശേഷം
എനിക്ക് എന്ത് ചെയ്യാം, ആസ്ക് ചെയ്യാം. അതായത് ഇപ്പോൾ തന്നെ പോസ്റ്റ് ആവും, ഇല്ലെങ്കിൽ ഷെഡ്യൂൾ കൊടുക്കാം. ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയമാകുമ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാം. പിന്നെ ഇവിടെ ടോപ്പിക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് എ ക്രിയേറ്റ് ടോപ്പിക് എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിറ്റ് 1 അതിലെ ഇന്ന ഭാഗം, അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമായിരിക്കും. ഏത് ദിവസത്തെ ഏത് ക്ലാസ് ഏത് സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം എക്സ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും ഈ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ആസ്ക് കൊടുക്കുക. ഒന്ന് പ്രോസസ്സ് ആവുന്ന ടൈം കൊടുക്കുക. അതിനുശേഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് അനിമേഷൻ ഡേറ്റും കൂടെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റുഡൻസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അസൈൻഡ് എത്ര പേർക്ക്, അത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. 30 പേരുണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ എന്നുണ്ടെങ്കിൽ ആ 30 പേരും ഇവിടെ 30 എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ആ 30 പേരിൽ എത്ര പേര് പ്രസൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിനെ കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസും ഡേറ്റ്സും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെ ഒന്ന് ക്ലാസ് വർക്കിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കും അതെടുത്തിരിക്കുന്ന ഡേറ്റ് ആണ് വരുന്നത്. ഇപ്പം ഞാൻ ഒരു ദിവസത്തെ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 36 പേർക്ക് ഞാൻ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട്. 36 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ആ 36 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 34 പേരാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് അറ്റൻഡൻസ് ഞാൻ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻസും അതിനിടയിൽ 0 ആയിട്ട് കാണുന്നത് അറ്റൻഡൻസ്, അതായത് ആബ്സെൻറ്റീസ് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ് വരുന്നത്. ഈ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. 36ൽ 34 പീപ്പിൾ വന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവസാനം, അതായത് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അറ്റൻഡൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വീക്കിലിയോ മന്ത്ലിയോ അല്ലെങ്കിൽ ആ സെം വൈസോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ ഇവിടെ വന്ന് ഈ സെറ്റിങ്സിനെ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ഓൾ ഗ്രേഡ്സ് ആസ് CSV എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രോസസ്സ് ആയതിനു ശേഷം നമുക്കൊരു എക്സൽ ഫയൽ കിട്ടും. അതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ടോട്ടലായിട്ട് അവരുടെ സ്കോറുകൾ കിട്ടും. പക്ഷേ ഇത് ഓരോ ദിവസത്തെ സ്കോറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു ഇത്ര ദിവസം, ഇതിലൊരു ദിവസം ഞാൻ അവർക്ക് സ്കോർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ടോട്ടൽ ഞാൻ സെലക്ട് ചെയ്തു. ദെൻ നമുക്കിവിടെ വന്നിട്ട് ഓട്ടോ സം എന്നുള്ള ഫീച്ചർ ഉണ്ടല്ലോ, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവർക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് 3 ആണ്. ടോട്ടൽ ഡേയ്സ് വന്നിരിക്കുന്നത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 എണ്ണത്തിൽ ഈ സ്റ്റുഡൻറ്റ് വന്നിട്ട് 3 ദിവസമാണ് അറ്റൻഡൻസ് എന്നുള്ളത് കാണാം. ഇതേപോലെ തന്നെയാണ്. ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും നമുക്ക് എളുപ്പത്തിൽ തന്നെ അറ്റൻഡൻസും കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയും അതിൽ മീറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് കൊടുക്കുക, അത് അവരുടെ അറ്റൻഡൻസ് എടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഗൂഗിൾ മീറ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഗൂഗിളിൻ്റെ ക്ലാസ് റൂം ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ഏറ്റവും ടോപ്പിൽ, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ വന്നിട്ട് ജോയിൻ നൗ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇറ്റ്സ് ഡൺ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുവാനും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനും സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് എക്സാമിനേഷൻസ് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ് എന്നുള്ള പേരിൽ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യുക. അതിൽ കുറച്ചും കൂടെ അധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പിൻ ചെയ്യാം. ഉപയോഗപ്പെടും എന്ന് കരുതുന്ന പ്ലാറ്റ്ഫോമുകളിലേക്കോ അല്ലെങ്കിൽ ആളുകളിലേക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
കൂടുതൽ വീഡിയോകൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ, മൾട്ടിമീഡിയ, ഡിസൈനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.